നമസ്കാരം മക്കളെ, ഇത് പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ശർക്കര മാങ്ങ അച്ചാറാണ്. വളരെ രുചികരമായ ഒരു വിഭവമാണിത്. ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ. അപ്പോൾ ഇതേ രീതിയിലൊക്കെയുള്ള വിഭവം തയ്യാറാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അപ്പം ജാമിൻ്റെ അതേ ലാഘവത്തോടു കൂടി തന്നെ അവരെന്ത് ഭക്ഷണവും ഇത് കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള മാങ്ങ വിഭവം തയ്യാറാക്കി വെച്ചാൽ കുട്ടികൾ ആസ്വദിച്ച് മുതിർന്നവരും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് നമ്മുടെ നാട്ടിലെ മാങ്ങയാണ്, നാടൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ കട്ടിയുള്ള മാംസമുള്ള മാങ്ങയാണ് ഇതിനായിട്ട് നല്ലത്. പിന്നെ ഏത് മാങ്ങയും ഇതില്ലെങ്കിൽ വേറെ ഏത് മാങ്ങ വെച്ച് നമുക്കിത് തയ്യാറാക്കാം. പിന്നെ ഇതിൻ്റെ തൊലിയും കളയേണ്ട ആവശ്യമില്ല. നാടൻ മാങ്ങയായതുകൊണ്ട് തൊലി കളയേണ്ട ആവശ്യമില്ല. പുറത്തുള്ള അഴുക്കല്ല കേട്ടോ. ഈ മാങ്ങയുടെ രീതിയാണ്, വേണേൽ നമുക്കതങ്ങ് ചുരണ്ടി കളയാം. അപ്പം നമ്മളിത് തൊലിയോടുകൂടി തന്നെയാണ് ഇതെടുക്കും. തൊലി എടുത്തില്ലെങ്കിൽ ഇതങ്ങ് അലുത്തു പോകും. അപ്പോൾ തൊലി ഉണ്ടെങ്കിൽ ഒരു പിടുത്തം കിട്ടത്തുള്ളൂ കേട്ടോ. അതിൻ്റെ മുഖഭാവം ഇതേ രീതിയിൽ ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ഇതേ രീതിയിൽ അതിൻ്റെ മാങ്ങാണ്ടിയോട് അടുപ്പിച്ച് തന്നെ ഇങ്ങനെ കനത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി ഉണ്ടെങ്കിൽ ഇതിനൊരു പിടുത്തം കിട്ടത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അലുത്തു പോകും. പിന്നെ നല്ല കട്ടിയുള്ള മാങ്ങയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത്തരം മാങ്ങ കിട്ടുവാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഏത് മാങ്ങ വെച്ചും ഞാൻ പറഞ്ഞില്ല, മൂവാണ്ടം മാങ്ങ വെച്ചും എന്ത് മാങ്ങ വെച്ചും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിതൊരു 600 ഗ്രാം തൂക്കമുള്ള 2 മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങാണ്ടിയൊക്കെ പോയി കഴിയുമ്പോൾ 600 കാണത്തില്ല. പിന്നെ നമ്മൾ ഇതേ രീതിയിൽ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പൂളി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. എങ്കിലേ ഇതിൻ്റെ എരിവും പിന്നെ മധുരമൊക്കെ പിടിച്ചു വരുമ്പോൾ നല്ല ഹൽവ പോലെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേ രീതിയിൽ. ഹൽവ കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ. അത്രയ്ക്ക് രുചിയാണ് ഇങ്ങനെയുള്ളൊരു വിഭവം. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഈ മാങ്ങ എല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം നമ്മൾ വെച്ചേക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അധികം നേരം നമ്മളിത് വെച്ചിരുന്നാൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങി വരും. അപ്പം അത് വേണ്ട. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് ഒരു 200 ഗ്രാം കണക്കാക്കി നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട്. 200 250 നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാൻ കേട്ടോ. ഇതിപ്പോൾ 200 ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ നീളത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കുടം വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ നമ്മൾ ഈ ശർക്കര ഒന്നും ഉരുക്കുന്നില്ല, ഒന്ന് ലൂസാക്കണം, കാരണം അതിനകത്ത് കരടൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ ശർക്കര വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ മാങ്ങ തയ്യാറാക്കുന്നത്. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് പാൻ അടുപ്പയിൽ വെച്ചു. ഇതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ലെണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ എത്ര നാളിരുന്നാലും കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ടു, 1 ടീസ്പൂൺ ഉലുവായി ഇട്ടു. നന്നായിട്ട് അത് ചൂടായി നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ഇഞ്ചി ആദ്യം ഇട്ടൊന്ന് മൂപ്പിച്ച്. ഇഞ്ചിക്ക് മൂപ്പ് കൂടുതലാണ്. ഉള്ളിൽ ഇരുന്നാൽ, അല്ലെങ്കിൽ ഇത് മൂക്കാതിരുന്നാൽ അത് കനച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തായിരുന്നു. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ക്രിസ്പിയായിട്ട് മൂക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കായം എന്നിവ ചേർത്ത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത്, ജീരകവും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ചരടമുളകാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പൊടി ഇടുന്നതിന് 1 മിനിറ്റ് മുമ്പേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മാങ്ങായും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ അരപ്പല്ല, അതായത് ഈ മുളക് പൊടി ഇതെല്ലാം ഇതിനകത്തൊന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. കൂട്ടി യോജിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ മാങ്ങയ്ക്കകത്തെല്ലാം നമ്മുടെ ഈ മസാലകളെല്ലാം പിടിച്ച് നല്ല കളർ ആയിട്ട് വരും. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. മധുരം ഉപ്പും കൂടെ ആകുമ്പം അത് ഒരുപോലെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഉപ്പും അന്നേരം നമുക്ക് ചേർക്കേണ്ടി വരില്ല. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഉപ്പ് കൂട്ടി നമ്മൾ മാങ്ങ കഴിക്കുന്ന പോലെ ഇതുപോലെ എണ്ണയ്ക്കകത്ത് മൂത്ത മസാലകളൊക്കെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഈ സമയത്ത് നമ്മൾ ലൂസാക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കര അങ്ങോട്ട്, പാനിയല്ല ശർക്കരയാണ്, ശർക്കര വെള്ളം, ഇതിൻ്റെ കഴുകാൻ വേണ്ടിയാണ് നമ്മളത് ലൂസാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചത്.
അപ്പോൾ പനിയൊക്കെ ഒഴിക്കരുത് കേട്ടോ. ഈ ശർക്കരയ്ക്കകത്ത് കിടന്നാണ് നമ്മുടെ ഈ മാങ്ങ വേവേണ്ടത്. അപ്പം നമ്മുടെ മാങ്ങ വെന്തു ഇതിൻ്റെ മുളകും ആ മധുരവും എല്ലാം നമ്മുടെ ഈ മാങ്ങയ്ക്കകത്ത് പിടിച്ച് വേവണം. അപ്പോഴാണ് നമുക്ക്, ഞാൻ പറഞ്ഞ ഒരു ഹൽവയുടെ ഒരു രീതിയിലാവും നമ്മുടെ ഈ മാങ്ങ. പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഈ മാങ്ങ എല്ലാം ഇങ്ങനെ ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങയ്ക്കകത്തെല്ലാം ശർക്കരയൊക്കെ പിടിച്ചു. ആ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൂട്ടി ഇളക്കും. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ച് കഴിയുമ്പം കാണുന്ന രംഗം കണ്ടില്ലേ മക്കളെ? നല്ലതുപോലെ ഇതിൻ്റെ ആ ശർക്കരയെല്ലാം പിടിച്ച് നമ്മുടെ എരിവും ഒക്കെ പിടിച്ച് നല്ല ഹൽവ പോലെ ആയിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? കാണുമ്പോൾ തന്നെ എന്താ രസവും കാണാൻ, നമുക്കങ്ങ് കഴിക്കാൻ തോന്നും. ഇപ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുവാണ്. കണ്ടില്ലേ? നമ്മുടെ ഇതെല്ലാം കുറുകി, ഇത് ജാമ് പോലെ ആവത്തില്ല കേട്ടോ. അങ്ങ് കുറുകി അങ്ങ് ആവത്തില്ല, സ്റ്റിക്കി ആവത്തില്ല. ഇതേ രീതിയിൽ കുറുകി ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ എത്ര നാളിരുന്നാലും ഈ ലൂസിൽ തന്നെ ഇരിക്കും കേട്ടോ. ഇതേ രീതിയിൽ കുറുകി ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ കണ്ടില്ലേ മക്കളെ, നമുക്കിപ്പോൾ മാങ്ങയൊക്കെയുള്ള സീസണാണല്ലോ. ഇതേ രീതിയിൽ മാങ്ങയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് പച്ചമാങ്ങ സീസണാണ്, മാങ്ങയൊക്കെ സീസണാണല്ലോ. അപ്പോൾ സീസൺ മാങ്ങ ആയതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ കുറേ കുപ്പികളിൽ നല്ല ഗ്ലാസ് മാനിലൊക്കെ ഇതേ രീതിയിൽ തയ്യാറാക്കി നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് മാങ്ങ ഇതുപോലെ കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കിതൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പം ഞാനിത് ഇതേ രീതിയിൽ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പം ഈ ഫോമിലായി. അല്ല അധികം കട്ടിയാവത്തില്ല, സ്റ്റിക്കി ആവത്തില്ല കേട്ടോ. ഇതേ രീതിയിൽ ഇരിക്കും. അപ്പോൾ ഇനി നമുക്കിത് പിന്നെ ഒരു ഗ്ലാസ് വാനിൽ വേണം. നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിലൊന്നും ഇങ്ങനെയുള്ള അച്ചാറുകളൊന്നും ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും സൂക്ഷിച്ച് വെക്കാൻ പാടില്ല. ഗ്ലാസ് വാനിൽ നമ്മളിത് സൂക്ഷിച്ച് വെക്കാം. ഇതിനിപ്പോൾ എനിക്ക് കുറച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മളിങ്ങനെ മാറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഗ്ലാസ് വാനിൽ സൂക്ഷിച്ച് വെക്കും. പിന്നെ കുറേ ഈ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് കുറേ മാങ്ങ ഇങ്ങനെ തയ്യാറാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ അത് കേടാകാതെ അധികം നാളിരിക്കും. അപ്പം ഗ്ലാസ് വാനിൽ മാത്രമേ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ തയ്യാറാക്കി വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷമേ ഇതിനകത്ത് തൊട്ട് നമ്മളിങ്ങനെ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫംഗസ് ആവും കേട്ടോ. അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് ഇനേബിൾ ചെയ്തെങ്കിൽ അമ്മയിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കുക. ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. കൂടുതൽ മാങ്ങ ഉള്ളതുകൊണ്ട് കൂടുതൽ തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് ഫ്രീസറിലൊക്കെ വെച്ചിരുന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയമല്ലേ, അപ്പോൾ സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകാനും അവർക്ക് കഴിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ കൂട്ടുകാർക്ക് കൊടുക്കാനും ഷെയർ ചെയ്ത് കഴിക്കാനും. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.